കമ്മിങ് ബാക്ക് ടു സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്, എനിക്ക് തോന്നുന്നു അതിലാണ് ആദ്യമായിട്ട് ഗിരീഷ് പുത്തഞ്ചേരി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പുള്ളിയെ വേണമെങ്കിൽ അടുത്തൊരു ജനറേഷൻ ഓഫ് ലിറിസിസ്റ്റുകൾ എന്ന് പറയാം. ഹൗ വാസ് ഇറ്റ് ഡിഫറൻസ്? ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഹിം? Difference was, no, like all lyricists, he had a great facility with the words and the imagery. So അത് ചെയ്തു. എനിക്കിഷ്ടമായി. പാടാൻ ക്ലിഷ്ടതയൊന്നും ഇല്ലായിരുന്നു, ഒന്നും ഒരു സ്ഥലത്തും ഇല്ലായിരുന്നു. മാഷി ഈ ഒരു വലിയ ബ്രേക്ക് എടുക്കുന്നുണ്ടല്ലോ, ഒരു 20-21 years. ഞാൻ എടുത്തതല്ല, എന്നെ ആരും വിളിക്കാൻ ഞാൻ അയ്യോ അങ്ങനെ പറയല്ലോ, ഞാൻ ബ്രേക്ക് എടുത്തു. ഞാനിവിടെ സുഖമായിട്ട് ജീവിക്കായിരുന്നു, ഇവിടെയും ചെന്നൈയിലും. ഈ ഇത്ര നേരം നമ്മൾ സംസാരിച്ച ഈ സിനിമകളെല്ലാം ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ്, ലിറ്ററലി. അതായത് നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് ഇറക്കുന്ന 95-ലാണ് ഞാൻ ജനിക്കുന്നത്, ഞാൻ റിലീസാവുന്ന വർഷം. അതിനുശേഷം മാഷു പിന്നെ സിനിമ ചെയ്യുന്നത് ആക്ഷൻ ഹീറോ വിജുവിലേക്കാണ്. അപ്പൊ ഈ 10-21 വർഷം എവിടെയായിരുന്നു? ചെന്നൈ. അവിടെ ഞാൻ അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിൽ മ്യൂസിക് പഠിപ്പിച്ചു. പിന്നെ സ്റ്റെല്ല മാരിസ് കോളേജിലും മ്യൂസിക് പഠിപ്പിച്ചു. പിന്നെ അല്ലറ ചില്ലറ ക്രിസ്ത്യൻ ഡിവോഷണൽസ് ഉണ്ടാക്കും. പിന്നെ അവിടെ മദ്രാസിലെ ഓർത്തഡോക്സ് സഭക്കാരുടെ ക്വയർ മാസ്റ്റർ ഞാനായിരുന്നു. അങ്ങനെ ഐ വാസ് വെരി ആക്റ്റീവ് വിത്ത് മ്യൂസിക്, നോട്ട് ഇൻ ദ ഫിലിം എന്നേ ഉള്ളൂ വ്യത്യാസം. അത് എൻ്റെ കുറ്റമല്ല, എന്നാരും വിളിച്ചില്ല, അതങ്ങനെ സംഭവിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ 2016 ആക്ഷൻ ഹീറോ ബിജുവിലേക്ക് വരുമ്പോഴേക്കും ഇറ്റ്സ് എ ടോട്ടലി ഫ്രഷ് എന്താ പറയുക ടീമാണ്. എബ്രിഡ് ഷൈൻ കമ്പാരിറ്റീവ്ലി ന്യൂ ആണ്. നിവിൻ പോളി പുതിയ ആളാണ്. ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് അത്രയും വർഷം കഴിഞ്ഞ് വീണ്ടും? എനിക്കിതാരായാലും നിവിനായാലും വിപിനായാലും ഒരു വിഷമമില്ല. നമ്മളെ പേർക്ക് പാട്ടുണ്ടാക്കുക, കൊടുക്കുക, വീട്ടിൽ പോകുക, ഇത്രയേ ഉള്ളൂ. കോമ്പസിഷനൊക്കെ എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? ഇല്ലല്ലോ. ഒരു മൂളിപ്പാട്ട് വേണമെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ മൂളി എബ്രിഡ് വന്ന ഇങ്ങനെ മതി എന്ന് പറഞ്ഞു. അത് തന്നെ ഞാൻ എടുത്തു കൊടുത്തു. അതിലൊരു വന്ദേമാതരത്തിൻ്റെ ഒരു നല്ല വേർഷൻ ഉണ്ടായിരുന്നു. അത് ഒറിജിനൽ വന്ദേമാതരം ബൈ രവീന്ദ്രനാഥ് ടാഗോർ തന്നെ ഉണ്ടാക്കിയ ഒരു ട്യൂണാണ്. ഇത് നമ്മുടെ വന്ദേമാതരം, നമ്മൾ സാധാരണ കേൾക്കുന്ന വന്ദേമാതരം രവിശങ്കർ ഉണ്ടാക്കിയ ട്യൂണാണ്. വന്ദേ മാതരം അത് ജനങ്ങൾ സാധാരണക്കാർക്ക് പാടാൻ പറ്റിയ ഒരു സാധനമാണ്. അതാണ് കൂടുതൽ ഫേമസ്. പക്ഷെ അതിനൊക്കെ മുമ്പ് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറഞ്ഞ ഒരാൾ ഒരു നോവൽ എഴുതി. അതിൻ്റെ അകത്ത് ഉള്ള ഒരു ദുർഗാ പ്രകീർത്തനത്തിൻ്റെ ഒരു പാട്ടാണ് വന്ദേ മാതരം. ദുർഗാദേവിയെ പുകഴ്ത്തുന്ന ഒരു പാട്ടാണ്, അല്ലാതെ ഇന്ത്യൻ നാഷണാലിറ്റിയായിട്ട് ഒരു ബന്ധമുള്ളതല്ല. അപ്പോൾ അതിന് രവീന്ദ്രനാഥ് ടാഗോർ ട്യൂൺ കൊടുത്തു. ഉദ്ദേശം കോറസാണ്, അല്ല ഒരു സോളോയിസ്റ്റിനെ കൊണ്ട് പാടാൻ. സോ ഹീ സെഡ് വി ഷുഡ് സിങ് ടുഗെദർ. അത് ആരോ ഏതൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിൽ അവതരിപ്പിച്ചു. അങ്ങനെ അത് സ്ലോലി ദുർഗയിൽ നിന്ന് ഇങ്ങനെ പാളി ഇങ്ങോട്ട് നാഷണൽ ലെവലിലേക്ക് വന്നു. ആ വേർഷനാണ് അപ്പോൾ യൂസ് ചെയ്തത്? ഞാൻ ആ വേർഷനാണ്. ഞാൻ എൻ്റെ സിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രൂപ്പിലും ആ വേർഷനാണ് ഞങ്ങൾ പാടുന്നത്. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം, അങ്ങനെ പോകുന്നു. ഈ സിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ വിശേഷങ്ങൾ, അതിലാരൊക്കെയാണ് ഇപ്പോൾ? അത് സിംഗ് ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ കൂടി പോയ ഒരു ഐഡിയയാണ്. ജനങ്ങൾ ഗ്രൂപ്പായിട്ട് പാടുന്നത് നമ്മുടെ ട്രൈബൽ ആളുകൾ മാത്രമേ ഗ്രൂപ്പായിട്ട് പാടാറുള്ളൂ പൊതുവെ. നമ്മുടെ ബുദ്ധിജീവികളൊക്കെ ആരെങ്കിലും പാടുമ്പോൾ കയ്യും കെട്ടി മാറി നിന്ന് കുറ്റം പറയലാണ് നമ്മുടെ മെയിൻ ജോലി. ദൈവം സഹായിച്ച് ഒരു കുഞ്ഞും കൂടി വാ തുറന്നൊരു പാട്ട് പാടില്ല. പക്ഷേ അതിനൊരു എന്താ പറയുക, ഒരു എക്സെപ്ഷനായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ ഭജൻ, ഹിന്ദു ഭജൻ, അത് ഗ്രൂപ്പായിട്ട് പാടുന്നതാണ്. അങ്ങനെയുണ്ട്. പിന്നെ അതിൻ്റെ കൗണ്ടർ പാർട്ടായ കവ്വാലി, അത് മുസ്ലിം ഈ ഭജനിൽ നിന്നാണ് കവ്വാലി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് റിലീജിയസ് ആറ്റ്മോസ്ഫിയറിൽ മാത്രമേ ഇന്ത്യയിൽ ഗ്രൂപ്പ് സിംഗിങ് ഉള്ളൂ. ഞാൻ വിചാരിച്ച് യൂറോപ്പിലുള്ള ഗ്രൂപ്പ് സിംഗിങ്ങിന് ഇവിടുന്ന് ശരിക്കൊന്ന് അവതരിപ്പിക്കാമല്ലോ. ഇവിടെ ചില പള്ളികളിലും മാർത്തോമാക്കാരുടെ പള്ളികളിലും ഇങ്ങനെ പല പല വോയിസിലൊപ്പം പാടുന്നുണ്ട്. പക്ഷേ ഐ എം വെരി സോറി ടു സേ, അവർ മലയാളത്തെ കശാപ്പ് ചെയ്തിട്ടാണ് അവരത് പാടുന്നത്. ഉദാഹരണത്തിന് കാർത്താവേ എന്നൊക്കെ പറഞ്ഞു കളയും. കർത്താവേ എന്നുള്ള വാക്കിനെ കാർത്താവേ.
അങ്ങനെ അത് ആദ്യകാലത്ത് യൂറോപ്യൻസ് വന്ന് അവരങ്ങനെ ആയതുകൊണ്ട് അവരുടെ പിൻഗാമികളും അതുപോലെ തന്നെ പാടി. അത് മാറ്റാൻ പറയുമ്പോൾ അവർക്കൊരു പ്രയാസം. അതങ്ങനെ പോകുന്നു. അങ്ങനെ 4 പാർട്ട് സിംഗിങ് എന്ന് പറയുന്നത്, അത് ഒരേ സമയത്ത് 4 മെലഡി പാടുന്നതിനെയാണ് 4 പാർട്ട് സിംഗിങ് എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തെ നമുക്ക് സെക്യുലർ വേൾഡിലെ പള്ളിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് സാധാരണ പാട്ടുകൾ നമുക്ക് ഇവരെ കൊണ്ട് പാടിച്ചാലോ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ തുടങ്ങിയതാണ്. അതിൻ്റെ പുറകിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഗ്രൂപ്പ് സിംഗിങ്ങിൽ പല പല വോയിസാണല്ലോ. ചില സമയത്ത് ഹൈ പിച്ച്ഡ് ഫീമെയിൽ വോയിസ്, സൊപ്രാണോ എന്ന് പറയുന്നത്, അവർക്കാണ് മുൻതൂക്കം. അപ്പോൾ മറ്റേ 3 വോയിസ് ഒന്ന് ഒതുക്കി കൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ താഴെയുള്ള തടിയന്മാർ ബേസ് വോയിസ് പാടുക, ലോ 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 എന്ന് പറയുമ്പോൾ മുകളിലുള്ളവരൊന്ന് ഒതുങ്ങി. അപ്പോൾ ഇങ്ങനെ ഒതുങ്ങിക്കൊടുക്കലും മുകളിലേക്ക് വരലും ഈ അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ പാട്ടുകാർക്ക് ഉള്ളത് നല്ലതാണെന്നും കൂടി കണ്ടിട്ട് അതിൽ കൂടി അവരെ കിടത്തി വിടുന്നു എന്നൊരു സത്യം. ഇപ്പോൾ 14 കൊല്ലമായി ഞങ്ങളെല്ലാ ഞായറാഴ്ചയും ഒരു സ്ഥലത്ത് 3 മണി തൊട്ട് 6 മണി വരെ പ്രാക്ടീസ് ചെയ്യും. പാട്ട് പാടുക മാത്രമേ ഉള്ളൂ, വേറെ വർത്തമാനം പറച്ചിലൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ കൂടി ചായയും കുടിക്കും, ഒരു 15 മിനിറ്റ് ബ്രേക്ക്. അപ്പോൾ 14 കൊല്ലം ഞങ്ങളിങ്ങനെ പാടി 150 പാട്ട് റെഡിയാണ്. ഏത് സമയത്തും ഞങ്ങൾ വിളിക്കാം, ഈ പാട്ടൊന്ന് പാടിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാടി വീഴും, അപ്പോൾ തന്നെ പാടും, ഫിനിഷ്ഡ്. അപ്പോൾ അത്രയും തയ്യാറായിട്ടിരിക്കുക ഞങ്ങൾ. ദിസ് ഇസ് എ വെരി ആക്ച്വലി മെനി ടൈംസ് എനിക്ക് തോന്നിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഗാനമേളയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ അരാജകത്വം, ആ സ്റ്റേജിൽ കാണുന്ന അരാജകത്വം അൺബെയറബിളാണ്. മൈക്രോഫോൺ എന്നൊരു സ്വരം ഉണ്ടാക്കുക, മറ്റേ ആളും കൊണ്ട് സ്വിച്ച് ഡും എന്നൊരു സ്വരം വരും, അതിൻ്റെ അടിയിൽ കൂടി ഭയങ്കരമായിട്ടുള്ള ഒരു വൂഫറോ എന്തൊക്കെ വെച്ചിട്ടുണ്ട്, എന്തോ ഇടിമുഴക്കം പോലത്തെ സ്വരങ്ങൾ. ആകപ്പാടെ ഒരു സംഗീതപരമായ ഒരു അപ്രോച്ചേ അല്ല. ഞങ്ങളുടെ സിസ്റ്റം അങ്ങനെയല്ല, ഡെഡ് സൈലൻസാണ്. ഞങ്ങൾ ചെല്ലുന്നു, നിൽക്കുന്നു, ഞങ്ങളുടെ ഓർക്കസ്ട്ര മെമ്പേഴ്സ് ലൈവാണ് വായിക്കുന്നത്. 1 2 3 4 എന്ന് പറഞ്ഞ് പാട്ട് തുടങ്ങുന്നു. അത്ര ക്ലിയറാണ്. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം, അങ്ങനെ ഒരു ശീലം നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്നൊരു ആഗ്രഹം വെച്ചുകൊണ്ട് തുടങ്ങിയതാണ് സിംഗ് ഇന്ത്യ. അതായത് ഞാൻ ഇന്ത്യയോട് പറയുകയാണ്, സിംഗ്